അപ്പോൾ ദേ രാവിലെ തന്നെ ഉച്ചയൂണ് റെഡിയാക്കാൻ പോവുകയാണ്. ചായ അടുപ്പത്തിരുന്ന് തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ഉച്ചത്തേക്ക് കുറച്ച് ചക്കക്കുരു കിട്ടിയിട്ടുണ്ട്. കിട്ടിയതല്ല കേട്ടോ, കടയിൽ നിന്ന് വാങ്ങിയതാണ്. എൻ്റെയൊക്കെ ചെറുപ്പത്തിലേ എൻ്റെ വീട്ടിലും അയൽ വീടുകളിലൊക്കെ പ്ലാവിൽ നിന്ന് ചക്കയൊക്കെ വീണിട്ട് ചക്കക്കുരും ഇങ്ങനെ പറമ്പിൽ കിടന്ന് പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാ വീടുകളിലും അങ്ങനെയൊക്കെ തന്നെയാണ്. ചക്കയുടെ സീസണാകുമ്പോൾ ചക്കക്കുരു മാങ്ങയിട്ട് വെച്ചതും അങ്ങനെ ചക്കക്കുരു ചെമ്മീൻ, പിന്നെ ചക്കപ്പുഴുക്ക്, ചക്ക കൊണ്ടുള്ള വെറൈറ്റി കറിയൊക്കെ ആയിരിക്കും കേട്ടോ. അന്നേരം അത്ര വലിയ ഇഷ്ടമൊന്നും ആയിരുന്നില്ല, നിവൃത്തികേട് കൊണ്ട് കഴിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ എനിക്കും എൻ്റെ കുട്ടികൾക്കും എല്ലാവർക്കും ചക്കക്കുരു എന്ന് പറഞ്ഞാൽ ജീവനാണ്. അപ്പോൾ കടയിൽ വന്നപ്പോൾ ഞാൻ കിലോ 40 രൂപയായിരുന്നു, 1/2 കിലോ വാങ്ങിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി തന്നെ തൊണ്ടൊക്കെ കളഞ്ഞിട്ട് വെള്ളത്തിൽ കുതിരാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ അതെടുത്ത് അതിൻ്റെ അകത്തത്തെ തൊണ്ട് ഞാൻ കളയുന്നില്ല, അതോടുകൂടി തന്നെയാണ് കേട്ടോ വേവിക്കാൻ വെക്കുന്നത്. ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെന്ത് വന്നപ്പോഴേക്കും കുറച്ച് കുരു അതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടോ. അത് നമുക്ക് മെഴുക്കുവരട്ടി ഉണ്ടാക്കാനാണ് ബാക്കിയുള്ളത്. മാങ്ങയും തേങ്ങ അരച്ച് കറി വെക്കാനാണ്. തേങ്ങ അരച്ചല്ല കേട്ടോ, ഞാൻ കോക്കനട്ട് പൗഡർ വാങ്ങിയിട്ടുണ്ട്. അത് കുറച്ച് ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. തേങ്ങ അരക്കാൻ മടിയായിട്ടാണ് കേട്ടോ. അങ്ങനെ തേങ്ങാ പൗഡർ പാക്കറ്റ് പൊട്ടിച്ചു, ചൂടുവെള്ളം ഒഴിച്ച് കലക്കി എടുക്കുവാണേ. അപ്പോൾ 39 രൂപയാണ് കേട്ടോ ഈ പൗഡറിന്, കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആ പാക്കറ്റും കൂടി കഴുകി ഒഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ തേങ്ങാ പൗഡർ കലക്കി നമ്മുടെ ചക്കക്കുരുവിലേക്ക് ഒഴിച്ചു കൊടുത്തു. പിന്നെ കുറച്ച് വെള്ളവും കൂടി, കുറച്ചധികം വെള്ളം ഒഴിക്കുന്നുണ്ട്, കാരണം നമുക്ക് ചാറ് ഇവിടെ അത്യാവശ്യം വേണം. അങ്ങനെ പാകത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്നും കൂടി തിളപ്പിച്ച് ഒന്ന് കുറുക്കി വറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് വറ്റിക്കുന്നില്ല. അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയൊന്ന് താളിച്ചും കൂടി ചേർക്കണം കേട്ടോ, കടുക് മാത്രം താളിക്കുന്നുള്ളൂ. അങ്ങനെ നമ്മുടെ ചക്കക്കുരു മാങ്ങ കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ചക്കക്കുരു സവാള വഴറ്റി അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മെഴുക്കുവരട്ടി ഉണ്ടാക്കി എടുക്കുവാണ്. അങ്ങനെ നമ്മുടെ ചക്കക്കുരു മാങ്ങയും കറിയും പിന്നെ ചക്കക്കുരു മെഴുക്കുവരട്ടി ആയി. നമ്മുടെ ഉച്ചയൂണ് ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ചക്കക്കുരു കറി ഉണ്ടെങ്കിൽ പിന്നെ വേറെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആവശ്യമൊന്നുമില്ല, ചോറ് തന്നെ കഴിച്ചോളും. പിന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പും ഗ്യാസ് സ്റ്റവൊക്കെ തുടച്ചിട്ടതിന് ശേഷം കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാനുള്ള വെള്ളവും കൂടി ചൂടാക്കാൻ വെച്ചു. പിന്നെ മോന് കറി ഉണ്ടപ്പോൾ തന്നെ ചോറ് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അവന് വിളമ്പി കൊടുക്കുവാണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ കാണാവേ. ബൈ.